പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നത്. കൂടോത്രവും മന്ത്രവും ഒന്നുമല്ല, തന്ത്രവും കിന്ത്രവും കുതന്ത്രവും ഒന്നുമല്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കഴിഞ്ഞ മാസം എല്ലാവരും ചാറ്റ് GPT മറ്റേ സാരി ഉടുക്കുന്ന ഫോട്ടോ, നമ്മൾ ഓരോരുത്തർ ചാരി നിൽക്കുന്ന ഫോട്ടോയൊക്കെ ചാറ്റ് GPT ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചോദിച്ചറിയോ, കഴിഞ്ഞ മാസമാണ് ആ ട്രെൻഡ് ഇങ്ങനെ കത്തി നിൽക്കുന്ന ടൈമിൽ ഞാൻ ചുമ്മാ എൻ്റെ പ്രായം, എൻ്റെ പേര്, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ടാലൻസ് എന്തൊക്കെയെന്നുള്ളത് ചുമ്മാ ചാറ്റ് GPT കൊടുത്തിട്ട് ഞാൻ അതിനോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് ഒരു മാസം 1,00,000 രൂപ ഇൻകം ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം. എണ്ണി അതിനകത്ത് ഇട്ട് തന്നേ. യു ആർ കിടിലം ഫിറോസ്, യു ആർ ഡൂയിങ് ദിസ്, അതായത് ഞാൻ ഇന്നതാണ്, ഇതാണ് എൻ്റെ പ്രൊഫഷൻ, ഞാൻ 92.7 ബിഗ് FM റേഡിയോയുടെ പ്രോഗ്രാം ഹെഡായിട്ടാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ശമ്പളം ഇങ്ങനെ വന്നേക്കാം, അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശമ്പളമല്ല, അതല്ലാണ്ട് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചാറ്റ് GPT ചോദിച്ചു. വീണ്ടും വന്നു നിരയായിട്ട്, നിങ്ങൾക്ക് ഈ ടാലൻ്റ് ഉണ്ട്, അപ്പം നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്താൽ ഇത്ര രൂപ ഇതിൽ നിന്ന് വരും. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് ഈ ഇന്നൊരു സംഗതി ഉണ്ട്, അതിനെ ലൈബിലിറ്റി ആക്കുന്നതിന് പകരം അതിനെ അസറ്റ് ആക്കിയാൽ ഇങ്ങനെ ഒരു വഴിയിലൂടെ ചാറ്റ് GPT പറഞ്ഞു തരുമെന്നേ. ചിരിക്കണ്ട, സത്യമായിട്ട് ഞാൻ ഞെട്ടി. ഇപ്പൊ ഇത് നമുക്ക് എല്ലാം ഒന്നും, നമ്മൾ മനുഷ്യരാണ്, അത് കേട്ട് കണ്ടങ്ങ് പോവുമെങ്കിലും എല്ലാം ഒന്നും പരീക്ഷിച്ചില്ലെങ്കിലും ചാറ്റ് GPT എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്ന 4-5 ഓപ്ഷൻസിലെ ഒരു ഓപ്ഷൻ ഞാൻ കഴിഞ്ഞ മാസം പരീക്ഷിച്ചു. ഇനി പൈസ കിട്ടി, വർക്ക് ചെയ്ത് തന്നെയാണ് കിട്ടി, അധ്വാനിച്ചാണ്. അത് ചാറ്റ് GPT ആണ് ആ വഴി പറഞ്ഞു തന്നത്. ആ വഴിയിലൂടെ ഞാനൊരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി, ആ ഓപ്പർച്യൂണിറ്റി ഞാൻ എക്സ്പ്ലോർ ചെയ്തു, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടി. അപ്പം എനിക്കൊരു നല്ലതുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ, അതാണല്ലോ നമ്മൾ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം. നിങ്ങൾ എന്നെ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്ത് കൂടെ വരുന്നത് ഇതുപോലെ നമ്മൾ ഹൃദയം തുറന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ടാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് പറഞ്ഞാണ് വളരെ സിമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ചുമ്മാ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് മറ്റേ സാരിയുടെയും അതുപോലെ ഷർട്ടിൻ്റെയും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റലിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ചിന്ത വളരെ നൈസായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിന് എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കുറച്ച് പൈസ വരാൻ, ഇത്ര രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചാറ്റ് GPT ചോദിച്ചു നോക്കൂ, അന്തസ്സായിട്ട് പറഞ്ഞുതരും. വേറൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങൾക്ക് വേണ്ട. എന്നിട്ട് അത് എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടിക്കലി ആ മേഖല, ഇപ്പം ചാറ്റ് GPT പറഞ്ഞു തരുന്ന മേഖല എന്താണോ ആ മേഖലയിലുള്ള ഏതെങ്കിലും ഒരു വെറ്ററൻ ഒരാളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് 10 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വഴി കിട്ടും. ഞാനങ്ങനെ ചെയ്തത്. കിട്ടുമ്പോൾ ലഡ്ഡു മാച്ചുകൊണ്ട് വരണേ. ഇപ്പോൾ അങ്ങോട്ട് ഫോളോ ചെയ്യൂ, എന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് സേവ് ചെയ്ത് അങ്ങോട്ടേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. സ്റ്റോറി ആകണേ. വരകട്ടെ പ്രകാശ്.